അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് രണ്ട് സ്വലാത്തുകളെ കുറിച്ചാണ്. നമ്മുടെ ക്ലാസ് ഈ രണ്ട് സ്വലാത്തുകൾ ഒരാൾ പതിവായി പറയുകയാണെങ്കിൽ അയാൾക്കുള്ള കടങ്ങളെ എളുപ്പമായി വീട്ടാൻ അല്ലാഹു തആല ഒരുപാട് വഴികളെ അവന് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. എല്ലാത്തിനും സ്വലാത്ത് സാധിക്കും. രോഗം ശമനമായി കിട്ടാൻ, അതുപോലെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് എളുപ്പമായി കിട്ടാൻ, വലിയ ഒരു ബേജാറിലാണെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ, കടങ്ങൾ നീങ്ങിക്കിട്ടാൻ, അങ്ങനെ എല്ലാത്തിനും സാധിക്കുന്ന ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സ്വലാത്തിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവിൻ്റെ മലായികത്തുകളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്തും സലാമും പറയണേ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറയുന്നു, ഞാൻ അധികം സ്വലാത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നബി, അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി ചിലവഴിക്കട്ടെ. നബി തങ്ങൾ പറയുന്നു, നല്ലതാണ്, പക്ഷേ ഒന്നുകൂടി അധികരിപ്പിക്കുകയാണെങ്കിൽ അത് നിനക്ക് നല്ലതാണ്, നിനക്ക് ഖൈറാണ് എന്ന് നബി തങ്ങൾ പറയുന്നു. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ചിലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ് നബി. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, വളരെ നല്ലതാണ്, അധികരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഖൈറാണ്. അപ്പോൾ ആ വ്യക്തി പറയുന്നു, എനിക്ക് എപ്പോഴൊക്കെ സാധിക്കുന്നുണ്ടോ, എൻ്റെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ഭാഗവും എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ സ്വലാത്തും സലാമും അങ്ങയുടെ മേൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ. അപ്പോൾ നബി തങ്ങൾ പറയുന്നു, എന്നാൽ നീ ഒന്നും പേടിക്കണ്ട, എല്ലാം അല്ലാഹു നിനക്ക് സാധിപ്പിച്ചു തരും എന്ന്. ഇതിൽ നിന്ന് നമുക്ക് സ്വലാത്തിൻ്റെ മഹത്വങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നാം ഒരു സ്വലാത്ത് പറയുന്ന സമയത്ത് അല്ലാഹു നമുക്ക് 10 അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരുമെന്നുള്ളതാണ്. ഇതാണ് സ്വലാത്തിൻ്റെ മഹത്വം. സ്വലാത്തിൻ്റെ മഹത്വം പറയാൻ ഈ സമയമൊന്നും തികഞ്ഞു വരില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഏത് സ്വലാത്ത് കൊണ്ടാണ് എളുപ്പമായി കടങ്ങളെ വീട്ടാൻ സാധിക്കുക. ആദ്യമായി ഞാനൊന്ന് പറയട്ടെ, അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം കടം വാങ്ങിക്കുക, അല്ലാത്ത ഒരു സമയത്ത് പോലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും കടം വാങ്ങിക്കാതിരിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ ഹക്കിടപാട് ബാക്കി വെച്ച് മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് നമ്മളെ എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിരുന്നാലും അങ്ങനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ കാണുന്നവരിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് അവർക്കും അറിയിച്ചു കൊടുക്കുക. അതായത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇതൊരു ചെറിയ സ്വലാത്താണെങ്കിലും ഇതിൻ്റെ വലിപ്പം, ഇതിൻ്റെ മഹത്വം, ശ്രേഷ്ഠത, പുണ്യം വളരെ വലുതാണ്. 33 പ്രാവശ്യം ഈ സ്വലാത്ത് പറയുക. കടങ്ങളെല്ലാം ഓരോന്നായി നീങ്ങിക്കിട്ടും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി എന്നുള്ള സ്വലാത്ത് 100 പ്രാവശ്യം പറയുക. അല്ലാഹു തആല എല്ലാ കടങ്ങളെ എളുപ്പമാക്കി നമുക്ക് തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിനെ 100 പ്രാവശ്യം, മറ്റേ സ്വലാത്ത് 33 പ്രാവശ്യം പറഞ്ഞ് നല്ലോണം ഇഖ്ലാസിലോടുകൂടെ നിഷ്കളങ്കതയിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കടങ്ങളെ എളുപ്പമായി വീട്ടിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണെങ്കിലും അതിനെ നല്ല രീതിയിൽ മനസ്സിൽ കരുതി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിനൊക്കെ അല്ലാഹു തആല ഉത്തരം തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം എളുപ്പത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.